വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരത്തുകളിൽ കർശന പരിശോധനയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയെങ്കിലും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ജീവനക്കാരില്ലാതെ മോട്ടോർ വാഹന വകുപ്പ്. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് നിലവിൽ താഴെ തട്ട് മുതൽ വാഹന പരിശോധന വരെയുള്ള പണിയെടുക്കുന്നത്. മതിയായ ഉദ്യോഗസ്ഥരില്ലാതെ സേഫ് കേരള പദ്ധതിയും അവതാളത്തിൽ. സംസ്ഥാനത്ത് വാഹന അപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിലാണ് സർക്കാർ റോഡുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കർശനമാക്കിയത്. എന്നാൽ സർക്കാർ നിർദ്ദേശം യാഥാർത്ഥ്യബോധത്തോടെയാണോ എന്നതാണ് സംശയം. മോട്ടോർ വാഹന വകുപ്പിൽ 85 സ്ക്വാഡുകളിലായി സംസ്ഥാനത്താകെയുള്ളത് പരിമിതമായ ഉദ്യോഗസ്ഥർ. പോലീസ്, എക്സൈസ് വകുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ ഇവർക്ക് ജോലിഭാരം അധികമാണ്. ഈ ചെലാൻ തയ്യാറാക്കൽ, ഡെസ്പാച്ച് തുടങ്ങി കോടതിയിൽ വരെ ഹാജരാകേണ്ട എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോടാണ് റോഡുകളിൽ മുഴുവൻ സമയ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ 85 സ്ക്വാഡുകളാണ് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേഫ് കേരള പ്രോജക്റ്റിന് കീഴിൽ. അതിൽ ഒരു MEI, 3 AMEമാർ അടക്കം 4 ഉദ്യോഗസ്ഥരാണ് ഒരേ സമയം തിങ്ങി നിറഞ്ഞിരുന്ന് സ്ക്വാഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരാളുടെ കൂട്ടത്തിൽ ഒരു ഹോം ഗാർഡായാലും മതി, ഒരു CPO ലെവലുള്ള ഉദ്യോഗസ്ഥനും ഒരു ഡ്രൈവറിനെയും കിട്ടിയാൽ ഓരോരുത്തർക്കും ഓരോ സ്ക്വാഡായിട്ട് 4 സ്ക്വാഡുകളായിട്ട് തിരിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോൾ ആ കണക്ക് വെച്ച് നോക്കിയാൽ കേരളത്തിലൊരു 340 സ്ക്വാഡ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും ഇപ്പോൾ 85ൻ്റെ ഭാഗത്ത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഇത്രയും ഹൈവേകളിലേക്ക് ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ കവർ ചെയ്യാനും മാക്സിമം പ്രസൻസ് ഉറപ്പുവരുത്താനും കൂടുതൽ കേസുകൾ കണ്ടുപിടിച്ച്, ഒഫൻസുകൾ കണ്ടുപിടിച്ച് ബുക്ക് ചെയ്ത് ഫൈൻ ഈടാക്കാനും എല്ലാം അതിലൂടെ സാധിക്കും. ഉള്ള ജീവനക്കാർക്ക് പരിശോധനയ്ക്ക് പോകാൻ വേണ്ടത്ര വാഹനങ്ങളില്ല. ഓട്ടം കൂടുതലായതോടെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്ത് മടുത്തു. ചെലാൻ തയ്യാറാക്കാൻ ആവശ്യത്തിന് പോസ് മെഷീനുകളില്ല. ഈ പ്രതിസന്ധികൾക്കിടെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ലീവ് ഉൾപ്പെടെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ജോലികൾ ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ചുമതലപ്പെടുത്തുന്നുണ്ട്. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെയാണ് 2018 കൊണ്ടുവന്ന സേഫ് കേരള പദ്ധതി അവതാളത്തിലായത്. ഇങ്ങനെയിരിക്കെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയാണ് സർക്കാരിന്റെ കൊട്ടിഘോഷിച്ചുള്ള 24 മണിക്കൂർ പരിശോധന പ്രഖ്യാപനമെന്നതാണ് ചുരുക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.